ജനുവരി മുതൽ ട്രെയിനുകളിൽ സുപ്രധാന മാറ്റം വരുത്തി റെയിൽവേ. ജനുവരി 1 മുതൽ ട്രെയിനുകളുടെ സമയത്തിലാണ് മാറ്റം വരുന്നത്. കോട്ടയം വഴിയുള്ള തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ്, തിരുനെൽവേലി പാലക്കാട് പാലരുവി എക്സ്പ്രസ് എന്നീ ട്രെയിനുകളുടെ സമയത്തിലാണ് റെയിൽവേ മാറ്റം വരുത്തിയത്. തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ചെങ്ങന്നൂർ മുതൽ തൃശൂർ വരെയുള്ള സമയത്തിലാണ് ജനുവരി 1 മുതൽ മാറ്റം വരുത്തിയത്. ചെങ്ങന്നൂരിൽ നിന്നും 6:55 പകരം 6:51 വന്ദേ ഭാരത് പുറപ്പെടും. കോട്ടയത്ത് നിന്ന് പുറപ്പെടുന്ന സമയം 7:27 നിന്ന് 7:21 മാറും. എറണാകുളം ടൗണിൽ നിന്ന് 8:25 പകരം 8:17 ഇനി മുതൽ എത്തിച്ചേരും. പുതിയ സമയപ്രകാരം വന്ദേ ഭാരത് തൃശൂരിൽ 10 മിനിറ്റ് നേരത്തെ എത്തുകയും ചെയ്യും. തിരുവനന്തപുരത്തേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ സമയം കണ്ണൂർ മുതൽ എറണാകുളം ടൗൺ വരെയുള്ള സ്റ്റേഷനിൽ മാറ്റം വരും. എല്ലാ സ്റ്റേഷനിലും നേരത്തെ എത്തിച്ചേരും. എറണാകുളം ടൗണിൽ നിന്ന് 7:20 പകരം ജനുവരി 1 മുതൽ 7:15 പുറപ്പെടും. രാവിലത്തെ പാലരുവി എക്സ്പ്രസിന്റെ എറണാകുളം ടൗണിലെ സമയത്തിലും മാറ്റമുണ്ട്. രാവിലെ 6 മിനിറ്റ് നേരത്തെ 8:32 8:37 എറണാകുളത്ത് നിന്ന് പുറപ്പെടും. കൊല്ലം മുതൽ പാലക്കാട് വരെയുള്ള മറ്റു സ്റ്റേഷനിലെ സമയത്തിൽ മാറ്റമില്ല. തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി, ന്യൂഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസ് എന്നീ ട്രെയിനുകളുടെ സമയത്തിലും ജനുവരി 1 മുതൽ മാറ്റമുണ്ട്. ജനുവരി 1 മുതൽ ട്രെയിൻ തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസിന്റെ കൊല്ലം മുതൽ തൃശൂർ വരെയുള്ള സമയം മാറും. മുൻകാല സമയപ്രകാരം 9:40 എറണാകുളത്ത് എത്തിയിരുന്ന ജനശതാബ്ദി എക്സ്പ്രസ് ഇനി മുതൽ 9:30 എത്തിച്ചേരും. ഒപ്പം തിരുവനന്തപുരം കേരള എക്സ്പ്രസിന് തൃശൂർ മുതലുള്ള സമയത്തിലും മാറ്റമുണ്ട്. എറണാകുളം ടൗണിൽ 4:30 4:35 പുറപ്പെടുന്ന വിധമാണ് പുതിയ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ജനുവരി 1 ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്ന കേരള എക്സ്പ്രസ് ജനുവരി 3 കേരളത്തിൽ എത്തിച്ചേരുക. അതുകൊണ്ട് ജനുവരി 3 മുതൽ സമയമാറ്റം കേരളത്തിൽ പ്രാബല്യത്തിൽ വരും. കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദിയിലും സമയത്തിലും 20 മിനിറ്റ് വ്യത്യാസം വന്നിട്ടുണ്ട്. തൃശൂർ മുതൽ കൊല്ലം വരെയാണ് 20 മിനിറ്റ് വ്യത്യാസം ഉണ്ടാകുക. 9:40 എറണാകുളത്ത് എത്തിയിരുന്നത് ഇനി മുതൽ 9:30 എത്തും. 12:35 കൊല്ലം എത്തിയിരുന്നത് ഇനി 12:20 എത്തും. അതിനിടെ അടുത്ത 5 വർഷത്തിനുള്ളിൽ പ്രധാന നഗരങ്ങളിലെ ട്രെയിൻ സർവീസുകൾ ഇരട്ടിയാകാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ച് ഇന്ത്യൻ റെയിൽവേ. 2030 ഇത് പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. ജനങ്ങൾ ഒരുപാട് എത്തുന്ന റെയിൽവേ സ്റ്റേഷനുകളിലെ തിരക്ക് കുറയ്ക്കുക, പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തുക, രാജ്യവ്യാപകമായ റെയിൽവേ ശൃംഖലകൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് പുതിയ സംരംഭത്തിന്റെ ലക്ഷ്യം. ഇതിനായി രാജ്യത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള പ്രധാന നഗരങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഈ നഗരങ്ങളിലേക്കുള്ള ട്രെയിൻ സർവീസുകൾ ഇരട്ടിയാകുമെന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിപ്പിക്കും. സമയബന്ധിതമായ ട്രെയിൻ സർവീസുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ശേഷി ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി ആസൂത്രണം ചെയ്തതോ നിർദ്ദേശിച്ചതോ ഇതിനകം അനുവദിച്ചതോ ആയ പ്രവർത്തനങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ഹൈദരാബാദ്, ബംഗളൂരു, അഹമ്മദാബാദ്, പൂനെ, ലക്നൌ, കാൺപൂർ, വാരണസി, ഗോരഖ്പൂർ, ആഗ്ര, മധുര, അയോധ്യ, ചണ്ഡീഗഡ്, ലുധിയാന, അമൃതസർ, ഇൻഡോർ, ഭോപ്പാൽ, ഉജ്ജയിൻ, ജയ്പൂർ, ജോധ്പൂർ, ജമ്മു, ബറേലി, പാട്ന, ഭഗൽപൂർ, മുസാഫർപൂർ, ദർഭംഗ, ഗയ, റാഞ്ചി, ടാറ്റാനഗർ, റായ്പൂർ, ഭുവനേശ്വർ, പുരി, ഗുവാഹത്തി, നാഗ്പൂർ, വഡോദര, സൂററ്റ്, മഡ്ഗാവ്, കൊച്ചി, വിശാഖപട്ടണം, വിജയവാഡ, തിരുപ്പതി, മൈസൂർ, കോയമ്പത്തൂർ എന്നീ നഗരങ്ങളിലാണ് പ്രധാനമായും വികസനം ലക്ഷ്യമിടുന്നത്. ഇതിനായി പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ, കൂടുതൽ പ്ലാറ്റ്ഫോമുകൾ, പിറ്റ് ലൈനുകൾ, ഷണ്ടിംഗ് സംവിധാനങ്ങൾ ഉൾപ്പെടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കും. ഈ നഗരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനുകളുടെ എണ്ണം 2030 ആകുന്നതോടെ ഇരട്ടിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ഇതിനായി സിഗ്നലിംഗ് സംവിധാനം നവീകരിക്കും, ട്രാക്കുകളുടെ എണ്ണം കൂട്ടുകയും ട്രെയിനുകളുടെ അറ്റകുറ്റപ്പണിക്കുള്ള സംവിധാനങ്ങൾ വിപുലമാക്കുകയും ചെയ്യും. സ്റ്റേഷനുകളിലെ സൗകര്യങ്ങളും വർദ്ധിപ്പിക്കും. ഇതിനുള്ള ഹ്രസ്വകാല ദീർഘകാല പദ്ധതികൾ ഉടൻ സമർപ്പിക്കാൻ സോണുകൾക്ക് റെയിൽവേ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.